ഇന്ന് വന്നിട്ടുള്ളത് ചോക്ലേറ്റ് സമൂസേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒട്ടുന്ന പരിവാക്കി എടുക്കുക കേട്ടോ. നമുക്ക് സമൂസ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫില്ലിങ്ങിന് പകരം സാധാരണ നമ്മളെ മസാല ഫില്ലിങ്ങിന് പകരം ഈ ചോക്ലേറ്റ് വെച്ചിട്ട് നമ്മൾ സമൂസ ഷീറ്റ് മടക്കുന്ന മാതിരി മടക്കിയെടുക്കുക കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെലോൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കുക കേട്ടോ. പിന്നെ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് സമൂസ ഷീറ്റ് ഉണ്ടാക്കിയാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചാലും മതി. ഇനി നല്ലൊരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ചൂടായതിന് ശേഷം സമൂസ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ പൊരിച്ചെടുക്കുമ്പം ഉള്ളിലുള്ള ചോക്ലേറ്റ് ഒക്കെ മെൽട്ടായി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ എരിവുള്ള സമൂസ അല്ലേ കഴിക്കലേ, ഇനി നമുക്കൊന്ന് സ്വീറ്റ് ആയിട്ടുള്ള സമൂസ കഴിച്ചു നോക്കാം അല്ലേ. അപ്പം അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഹൈ ഫ്ലെയിമിൽ പൊരിച്ചെടുക്കുന്നതാട്ടോ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എണ്ണ കുടിച്ച് പിന്നെ ആ ഒരു എണ്ണൻ്റെ ചുവ ഉണ്ടാവും. അപ്പോൾ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വറുത്ത് കോരിയെടുക്കല്ലോ. അപ്പോൾ ഇവിടെ നമ്മളെ സമൂസകളൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെല്ലും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് ചോക്ലേറ്റ് എടുക്കുക. അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത് സമൂസൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. സമൂസക്ക് ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. വലിയ ഭംഗിയൊന്നും ആയില്ല, എങ്കിലും ഞാൻ വെറുതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.